ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പണം തീരെ ചിലവില്ലാതെ നമുക്ക് ശരിക്കും അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ പലരും ഇതിനെപ്പറ്റി അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സെയിൽ കൂടിയാൽ മാത്രമാണ് നമ്മുടെ വരുമാനം കൂടുള്ളൂ. സെയിൽ കൂട്ടാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയത്. പക്ഷേ അറിയിക്കാൻ പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതിലധികം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ടാണ് പലരും ഈ മാർക്കറ്റിങ്ങിൽ നിന്ന് മടിച്ച് മാറി നിൽക്കുന്നത്. അവർക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ള ഓർഡേഴ്സ് എത്രയാണോ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തരക്കേടില്ലാത്തൊരു വരുമാനം വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിംഗ് വലിയ കാര്യമായിട്ട് പഠിക്കണമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളരണമെങ്കിൽ മാർക്കറ്റിംഗ് കൂടിയേ തീരൂ. കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ തീരെ ചിലവില്ലാതെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ കസ്റ്റമറെ തന്നെ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ഏജൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് റെഫറൻസ് മാർക്കറ്റിംഗ് കൂട്ടാനായിട്ട് നോക്കുക. ആ കസ്റ്റമർക്ക് ഒരു കാർഡ് കൊടുക്കുക, ഒരു കൂപ്പൺ കൊടുക്കുക, നെക്സ്റ്റ് പർച്ചേസിൽ റിഡീം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അത് ആ കസ്റ്റമർക്കും റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. 5% ഡിസ്കൗണ്ട്, 10%, നിങ്ങൾക്ക് എത്രയാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഡിസ്കൗണ്ട് 5% അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു കൂപ്പൺ അടുപ്പിച്ചിട്ട് ഓൾറെഡി വരുന്ന കസ്റ്റമേഴ്സിന് അത് കൊടുക്കുക. ഇതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ സംഗതി. ഒരു കൂപ്പൺ അടുപ്പിക്കാൻ, നിങ്ങൾ പുറത്താണ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു കൂപ്പൺ അടുപ്പിക്കാനൊന്നും വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, നിസ്സാര ചിലവേ വരുള്ളൂ. ഓൺലൈനിലാണെങ്കിൽ സീറോയാണ്, കാരണം എല്ലാം നമ്മൾ ഡിജിറ്റലി ആണ് ചെയ്യുന്നത്. ക്യാൻവ പോലുള്ള ആപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്താണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രിൻ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കൂപ്പൺ അടുപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ സൈസിൽ അടിക്കുക. മറ്റേ നോട്ടീസ് അടിക്കുന്ന പോലത്തെ വലിയ രീതിയിൽ അടിക്കരുത്. ചിലവർ അങ്ങനെ അബദ്ധം കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർ അത് കുറച്ച് നേരം കഴിയാൻ നേരത്ത് നോട്ടീസൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് നേരം കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കും, ചിലപ്പോൾ പോക്കറ്റിൽ വെക്കും, അടുത്ത ദിവസം അത് ചുറ്റി കളയും, വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. പക്ഷെ ചെറിയ വലിപ്പത്തിലുള്ള നമ്മുടെ ATM കാർഡിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ വലിപ്പത്തിലുള്ള കൂപ്പൺ ആവാൻ നേരത്ത് നമ്മളുടെ പേഴ്സിൻ്റെ അകത്ത് അത് വെക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ക്യാഷ് ബാക്ക് കൂപ്പൺസ് ആവാൻ നേരത്ത്, ഇപ്പോൾ നിങ്ങളൊരു 50 രൂപയുടെ ക്യാഷ് ബാക്കാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണ്, എല്ലാവർക്കും 50 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ചിലർക്ക് അതിൽ കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 50 രൂപയുടെ ക്യാഷ് ബാക്ക് ചെറിയ കൂപ്പണിൽ അടിക്കാൻ നേരത്ത് അത് അവരുടെ പേഴ്സിൽ തന്നെ കീപ്പ് എഴുതും. അവരെടുത്ത് അങ്ങനെ പുറത്തേക്ക് കളയില്ല. കാരണം 50 രൂപ എടുത്ത് കളയണ പോലെ തന്നെ ഒരു ഫീലായിരിക്കും അവർക്ക് വരാം. അപ്പോൾ അടുത്ത തവണ ഈ സെയിം പ്രൊഡക്റ്റ് അവർക്ക് ആവശ്യമായിട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. കാരണം ഈ കൂപ്പൺ ഇവരുടെ കയ്യിലിരിക്കണമുണ്ട്. കാരണം നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കുകയാണ് നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വരാനായിട്ട്. പിന്നെ റെഫറൻസിന് വേണ്ടിയിട്ട് അത് അവർ യൂസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ഒരു എന്തെങ്കിലും ഹെയർ ഓയിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്കിനൊക്കെ ഉള്ള ഹെയർ ഓയിൽ ഒരുപാട് പേര് സെല്ല് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ, മറ്റേ ടോക്സിക് ആയിട്ടുള്ള കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കേരളത്തിൻ്റേതായിട്ടുള്ള ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംരംഭകർ സെല്ല് ചെയ്യുന്നുണ്ട്. മൈഗ്രെയിനും ഒക്കെ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഈ കസ്റ്റമർക്ക്, ഒരു മൈഗ്രെയിൻ ഉള്ള ഒരു കസ്റ്റമർക്ക് മൈഗ്രെയിൻ ഉള്ള മറ്റ് കസ്റ്റമേഴ്സിനെ അറിയാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ മൈഗ്രെയിൻ തലവേദന ഉള്ള ഒരാളുണ്ടെങ്കിൽ അതേപോലെ തന്നെ മൈഗ്രെയിൻ തലവേദന ഉള്ള ആരെങ്കിലുമൊക്കെ ആ ഫാമിലിയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടായിരിക്കും, ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കസ്റ്റമർ വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരു കസ്റ്റമറെ കൂടി നമുക്ക് വേണ്ടി കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ഒരു റീസൺ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂപ്പൺ കൊടുക്കുന്നത്. ഈ കൂപ്പൺ കസ്റ്റമർക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിൽ റിഡീം ചെയ്യാം, നെക്സ്റ്റ് പർച്ചേസിൽ കേട്ടോ, ഇപ്പോൾ തന്നെ അല്ല, നെക്സ്റ്റ് പർച്ചേസിൽ റിഡീം ചെയ്യുക. ഇനി ആ കൂപ്പൺ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കും റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കസ്റ്റമറോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ പരിചയത്തിൽ വേറെ ആരാണുള്ളത്, ഇതേപോലുള്ളൊരു പ്രശ്നം അനുഭവിക്കുന്ന ആരാണുള്ളത്, എങ്കിൽ അവർക്ക് ഈ കൂപ്പൺ കൊടുക്കാമെന്ന് പറയും. കാരണം അപ്പോൾ കസ്റ്റമർക്കും ഒരു റീസൺ ഉണ്ടാവും ഇത് ആളെ കോൺടാക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ഒരു റീസൺ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മറ്റുള്ളവരോട് നിങ്ങൾ പറയണമെന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഈ കൂപ്പൺ കൊടുക്കാൻ നേരത്ത് ഈ കൂപ്പൺ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിഡീം ചെയ്യുക നെക്സ്റ്റ് ടൈമിൽ പർച്ചേസ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അവർക്കത് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കസ്റ്റമർ വരെയാണ്.
അപ്പോൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മിനിമം കോസ്റ്റിൽ നമുക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മൈഗ്രെയിൻ ഉള്ളൊരു കസ്റ്റമർക്ക് വേറെ മൈഗ്രെയിൻ ഉള്ള കസ്റ്റമറെ എന്തായാലും അറിയാനായിട്ട് സാധിക്കും, സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ഇനി ഇത് ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് വളരെ എളുപ്പമാണ്. നമുക്ക് കൂപ്പൺ അടുപ്പിക്കേണ്ട കാര്യമില്ല. ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 5-10 മിനിറ്റ് പോലും വേണ്ട, ഒരു കൂപ്പൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ വളരെ എളുപ്പമാണ്. അല്ലെങ്കിലും ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഫ്രീ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളുടെയും നമ്മളുടെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസിൻ്റെയും കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കണ്ടൻറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ ആ വീഡിയോസ് എത്തിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി വിശദീകരിക്കുക, നിങ്ങളുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ് കാണിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ 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 നല്ലത്. കാരണം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റാണ്, വിശ്വാസമാണ്. ഈ വിശ്വാസം ഉണ്ടായാലാണ് ഓൺലൈനിലൂടെ സെയിൽ നടക്കാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ ഫേസ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഫേസ് കാണിക്കുക, അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാണിക്കുക. പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു മെത്തേഡാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ചെയ്തു തരുന്നവരുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബിലെല്ലാം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. കാരണം അവർക്കൊരു പ്രത്യേക വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അവരെ കേൾക്കാനും അതേപോലെ തന്നെ അവരെ കാണാനും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിനെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാനായിട്ട് നോക്കണം. അപ്പോൾ ഇവരെ കണ്ടെത്താൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആരാണ്, അവരാരെയാണ് നിലവിൽ ഫോളോ ചെയ്യണമെന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട പേജുകളായിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അധികം ഫോളോ ചെയ്യുക. അപ്പോൾ അവരിലേക്ക് വീഡിയോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓർഡേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫ്ലുവൻസറെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കയറാൻ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഹെൽത്ത് ഇൻഫ്ലുവൻസർ എന്നോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ കയറാൻ നേരത്ത് വീണ്ടും ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് തന്നുകൊണ്ടിരിക്കും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചിട്ട് പറയാം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം, ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്താൽ മതി എന്ന് പറയാം. എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുക്കുക. നിങ്ങൾക്ക് തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ലീഡ്സ് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങളൊരു 10 പേർക്കെങ്കിലും മെസ്സേജ് അയക്കുക. പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 പേർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അവർ നോ പറയാൻ നേരത്ത് ഇത് നടക്കൂല എന്ന് കരുതി അങ്ങനെ ഇട്ടേച്ച് പോകും. 1-2 പേരുടെ അടുത്ത് നിന്നൊക്കെ നോ കിട്ടുമ്പോഴത്തേക്കും റിജക്ഷൻ വരാൻ നേരത്ത് അവർ സ്റ്റോപ്പ് ചെയ്യും. ഇതൊരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ ഒരു പ്രത്യേക വോളിയത്തിൽ ചെയ്താലാണ്, പ്രത്യേക എണ്ണത്തിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. റൈറ്റ് ആക്ഷൻ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ 1-2 പേര് നോ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയി പിന്നെ അതൊക്കെ ഉപേക്ഷിച്ച് പോകരുത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. അതിൽ പലരും, എല്ലാവരും യെസ് പറയൂല, അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. 10 പേർക്ക് അയക്കാൻ നേരത്തെ അതിൽ 2 പേര് യെസ് പറഞ്ഞാൽ മതി. ആ 2 പേര് യെസ് പറഞ്ഞ് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരാൻ നേരത്ത് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ വ്യൂസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഓർഡേഴ്സ് കിട്ടും. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ എവിഡൻസ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി ചില ഇൻഫ്ലുവൻസറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള, കേരളത്തിലെല്ലാവരും അറിയപ്പെടുന്ന, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകൾക്കല്ല മെസ്സേജ് അയക്കേണ്ടത്. 1 ലക്ഷം ഫോളോവറുടെ താഴെയൊക്കെ ഉള്ള, 1 ലക്ഷത്തിന് താഴെയുള്ള മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. അതായത് അവർ എത്ര അങ്ങോട്ട് ഫേമസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല, എന്നാൽ അവരുടെ ആ ഒരു ചുറ്റുവട്ടം ഒരു മേഖലയുണ്ടല്ലോ അതിലവർ ഫേമസ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള അല്ലാതെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ലെവലിലൊക്കെ എത്തിയിട്ടുള്ള അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അവർ എന്തായാലും നല്ലൊരു എമൗണ്ട് നിങ്ങൾ അവർക്ക്
സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അധിക സമയം അത് വലിയ റിസൾട്ടിലേക്കൊന്നും എത്താറുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 താഴെ ഫോളോവേഴ്സുള്ള മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അവർക്ക് മെസ്സേജ് അയയ്ക്കുക. ഒരു ദിവസം 10 പേർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ഒരു 10 ദിവസം ചെയ്യാൻ നേരത്ത് തന്നെ നിങ്ങൾ 100 ഇൻഫ്ലുവൻസേഴ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അതിലൊരു 20 പേര് നിങ്ങൾക്ക് റിപ്ലൈ തരും. 80 പേര് ചിലപ്പോൾ തന്നോളണമെന്നില്ല. ഈ റിപ്ലൈ തന്നതിൽ ഒരു 5, 8, 10 ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയും ചെയ്തു തരും. അവർ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരും. അവരുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക. അതിലൊരു 3, 4 ആളുകളുടെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് വരും. നിങ്ങൾക്ക് ധാരാളം എൻക്വയറികൾ വരും. ആ എൻക്വയറീനെ പിന്നെ നിങ്ങൾ സെയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാതി വഴിയിൽ അത് ഉപേക്ഷിക്കും. നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കും, നാളെ ആകുമ്പോഴത്തേക്കും അത് മറന്നിട്ടുണ്ടാവും. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഒന്നും തന്നെ ചെയ്യാതിരിക്കും. ആക്ഷൻ ഒന്നും എടുക്കാതെ തന്നെ അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഴുതി വെക്കാൻ സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കുക. ഒരു പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളായിരിക്കണം. അതായത് വരാനിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ സെയിൽ ഇരട്ടിയാക്കും. എൻ്റെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സെയിൽ ഇരട്ടിയാക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു ഗോളാണ്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ എളുപ്പത്തിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. അറ്റൈനബിൾ ഗോളാണ്. അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളാണ്. ഇതിനൊരു ടൈം ഫ്രെയിമും നമ്മൾ വെക്കണം. അതായത് എനിക്ക് സെയിൽ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സെയിൽ ഇരട്ടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നാളിനുള്ളിൽ, 20 വർഷത്തിനുള്ളിൽ ഇരട്ടിപ്പിക്കാൻ ഈസിയാണ്. 20 കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരട്ടി ആയിക്കോളൂ. അപ്പോൾ ഒരു ടൈം ഫ്രെയിം വേണം, 6 മാസത്തിനുള്ളിൽ. ഈ ടൈം ഫ്രെയിം വരുമ്പോഴാണ് നമുക്ക് അർജൻസി വരുന്നത്, പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളൊരു ഇത് വരുന്നത്. 6 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ സെയിൽ ഇരട്ടിയാക്കിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് പോലെ തയ്യാറാക്കുക. എന്നിട്ട് അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. പലരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക പേരുടെയും ആഗ്രഹങ്ങളാണ്, വിഷ്ഫുൾ തിങ്കിങ് എന്ന് അതിന് പറയുക. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. സെയില് കൂടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുക. അതല്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അതിനൊരു ടൈം ഫ്രെയിമും വെച്ച് എന്നിട്ട് ആക്ഷൻ എടുക്കാൻ നേരത്താണ് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ വർഷങ്ങളോളം ഉള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അത് ഒരിക്കലും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഗോൾ ഇതായിരിക്കണം, വരാനിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ സെയിൽ ഇരട്ടിയാക്കും. സെയിൽ ഇരട്ടിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ വരുമാനം അതേപോലെ തന്നെ ഇരട്ടിയാവും. അപ്പോൾ അതിനുള്ള മെത്തേഡുകൾ നമ്മൾ നോക്കാം. ഇപ്പം നിലവിൽ എത്ര എൻക്വയറികൾ എനിക്ക് ലഭിക്കുന്നുണ്ട്? അത് 10 20 ആയിരിക്കും. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 5 6 സെയിൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അത് 6 സെയിൽ 12 ആക്കണമെങ്കിൽ നമ്മളുടെ എൻക്വയറികളുടെ എണ്ണം കൂട്ടണം. അപ്പോൾ 10 20 എൻക്വയറി ഡെയിലി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അത് 100 ആക്കണം. എന്നാലാണ് സെയിലിൻ്റെ എണ്ണം അതിനനുസരിച്ച് കൂടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ മാർക്കറ്റിംഗ് ചെയ്യണം. പക്ഷേ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ എവിടെയൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ഡ്രീമായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിങ്ങിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. പല ഡ്രീമും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. കാരണം കോമ്പറ്റീറ്റേഴ്സ് വരും, മറ്റുള്ളവരെക്കാളും ഒരു പടി മുന്നിൽ നമ്മൾ എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഡ്രീംസ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എപ്പോഴും വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആവരുത്. കുറച്ച് പ്രയാസപ്പെടണം. അങ്ങ് കൈ അങ്ങോട്ട് കിട്ടില്ല, എന്നാൽ കുറച്ചുകൂടി അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് അങ്ങനെയുള്ള ഗോൾസൊന്നും ലൈഫിൽ നമ്മളെ എവിടെ എത്തിക്കില്ല. എവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.